നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര വഴികളിൽ പിണറായി വിജയൻ എന്ന പേരിനോളം രാഷ്ട്രീയ ചർച്ചകളും സംവാദങ്ങളും ജനകീയ ധ്രുവീകരണങ്ങളും സൃഷ്ടിച്ച മറ്റൊരു നാമം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. കരിങ്കല്ലിൻ്റെ കരുത്തുള്ള സംഘാടകൻ എന്നും വിട്ടുവീഴ്ചയില്ലാത്ത ഭരണാധികാരി എന്നുമുള്ള അണികളുടെ പുകഴ്ത്തലുകൾക്കിടയിലും പിണറായി എന്ന മുഖ്യമന്ത്രി അനുഭവിച്ചിരുന്ന അധികാര കേന്ദ്രീകരണവും അതിശക്തമായ സുരക്ഷാ വലയങ്ങളും എക്കാലത്തും പൊതുസമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരുന്നു. മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ കിലോമീറ്ററുകളോളം പൊതുജനങ്ങളെ വഴിയിൽ തടഞ്ഞും 14-ലധികം അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടും നീങ്ങിയിരുന്ന പിണറായിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ കാലത്തിൻ്റെ പ്രവാഹത്തിൽ അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും താഴെ വെച്ച് വിരലിലെണ്ണാവുന്ന സുരക്ഷാ ജീവനക്കാർ മാത്രം ചുറ്റുമുള്ളപ്പോൾ ഒരു സാധാരണ ട്രെയിൻ യാത്രക്കാരനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കെ രാഗേഷിനൊപ്പം ട്രെയിൻ കാത്തിരിക്കുന്ന പിണറായി വിജയൻ്റെ ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ നിന്നും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ലളിതമായ സാധാരണത്വത്തിലേക്ക് ഒരു മനുഷ്യൻ തിരികെ നടക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ പരിണാമത്തിൻ്റെ ഈ നേർക്കാഴ്ചയെ രാഷ്ട്രീയ പ്രസക്തിയോടെയും സാമൂഹിക യാഥാർത്ഥ്യത്തോടെയും ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ എക്കാലത്തും പൊതുജന മധ്യത്തിൽ കടുത്ത അസംതൃപ്തിക്ക് കാരണമായിരുന്നു. പിണറായി വിജയൻ്റെ കരിയറിൽ വിമർശനം നേടിക്കൊടുത്തത് മാധ്യമങ്ങളോടുള്ള അയാളുടെ കടുത്ത സമീപനങ്ങളാണ്. ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണായ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുത കാണിക്കുന്നു എന്ന ആക്ഷേപം പിണറായിക്കെതിരെ നിരന്തരം ഉയർന്നു കേട്ടു. രാഷ്ട്രീയ ചർച്ചയ്ക്കെത്തിയ മാധ്യമപ്രവർത്തകരോട് പരസ്യമായി പറഞ്ഞ കടക്ക് പുറത്ത് എന്ന പ്രയോഗം ഇന്നും കേരള രാഷ്ട്രീയത്തിൽ പിണറായിയുടെ കർക്കശ ശൈലിയുടെ വലിയ ഉദാഹരണമായി മാറിയിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ കടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ പരിഹസിക്കുന്നതും ഭരണകൂട വീഴ്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി നൽകാതെ മൗനം പാലിക്കുന്നതും പിണറായിയുടെ പതിവ് ശൈലിയായിരുന്നു. ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനായ ഒരു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന പൊതുവികാരം ഇത് സൃഷ്ടിച്ചു. ഭരണത്തിൻ്റെ 2-ാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഈ ശൈലി ജനങ്ങളിൽ നിന്നും പിണറായിയെ ഏറെ അകറ്റിയ സുരക്ഷാ വലയങ്ങളുടെ രൂപത്തിലാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ 14-ലധികം അകമ്പടി വാഹനങ്ങളും പിണറായി കടന്നു പോകുന്ന വഴിയിലെല്ലാം കിലോമീറ്ററുകളോളം പൊതുജനങ്ങളെ വഴിയിൽ തടഞ്ഞുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും കടുത്ത ജനരോഷത്തിന് കാരണമായി. കറുത്ത മാസ്കോ കറുത്ത തുണിയോ ധരിച്ചവരെ പോലും കസ്റ്റഡിയിലെടുക്കുന്ന തരത്തിലേക്ക് പോലീസ് സന്നാഹം മാറിയപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സ്വന്തം ജനങ്ങളെ ഇത്രമാത്രം ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യം ശക്തമായി. വികസന യാത്രകളുടെ ഭാഗമായി നടത്തിയ നവകേരള സദസ്സ് പോലെയുള്ള പരിപാടികളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടന്ന അതിക്രമങ്ങളെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച പിണറായിയുടെ പ്രസ്താവന വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള മടിയുടെയും കടും പിടുത്തത്തിൻ്റെയും പരകോടിയായി വിലയിരുത്തപ്പെട്ടു. പാർട്ടിയിലെയും ഭരണത്തിലെയും തീരുമാനങ്ങളിൽ പിണറായി പുലർത്തിയിരുന്ന ഏകാധിപത്യ സ്വഭാവവും ഈ ധാർഷ്ട്യ ചർച്ചകൾക്ക് ആക്കം കൂട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗതമായ കൂട്ടായ നേതൃത്വ ശൈലിയിൽ നിന്ന് മാറി പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് അധികാരം പൂർണ്ണമായി കേന്ദ്രീകരിക്കപ്പെട്ടു. മന്ത്രിസഭയിലെ സഹപ്രവർത്തകർക്കോ പാർട്ടി നേതാക്കൾക്കോ പിണറായിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനോ തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം ആഭ്യന്തരമായി പോലും ഉയർന്നു. വികസനത്തിൻ്റെ പേരിൽ ജനകീയ പ്രതിരോധങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോകാനുള്ള ശാഠ്യം പലപ്പോഴും സാധാരണക്കാരായ മനുഷ്യരെ ഭരണകൂടത്തിന് എതിരാക്കി മാറ്റി. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരാത്ത വിധത്തിലുള്ള രാജകീയ സുരക്ഷയാണ് പിണറായി അനുഭവിച്ചിരുന്നതെന്ന വിമർശനം പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളും ഉയർത്തിയിരുന്നു. മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിലെല്ലാം കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഗതാഗതം തടയുന്നതും കറുത്ത തുണികൾക്കും കൊടികൾക്കും ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത വിലക്കുകളും വൻതോതിലുള്ള പോലീസ് സന്നാഹങ്ങളും പിണറായി വിജയനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയ ഒരു ദന്തഗോപുര ഭരണാധികാരിയായി ചിത്രീകരിക്കാൻ ഇടയാക്കി. ജനകീയനായ ഒരു നേതാവ് എന്തിനാണ് സ്വന്തം ജനങ്ങളെ ഇത്രമാത്രം ഭയപ്പെടുന്നത് എന്ന ചോദ്യം ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ നിരന്തരമായി ഉയർന്നു കേട്ടു. സുരക്ഷയുടെ പേരിൽ വഴിയിൽ കാത്തു നിൽക്കേണ്ടി വന്ന സാധാരണക്കാരുടെ പ്രതിഷേധങ്ങളും മാധ്യമ വാർത്തകളും പിണറായിയുടെ ഭരണശൈലിയുടെ കറുത്ത പാടുകളായി അവശേഷിച്ചു. അധികാരം ഒരു മനുഷ്യന് നൽകുന്ന അമിതമായ സുരക്ഷിതത്വ ബോധവും അഹങ്കാരവും ജനാധിപത്യത്തിൻ്റെ അന്തഃസത്തയ്ക്ക് എങ്ങനെ വിരുദ്ധമാകുന്നു എന്നതിൻ്റെ ഉദാഹരണമായി ഈ കാലഘട്ടം വിമർശിക്കപ്പെട്ടു. അധികാരത്തിൻ്റെ എല്ലാ പ്രഭാവങ്ങളും ഒഴിഞ്ഞുപോയ ഒരു ദിനത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഒപ്പമുള്ള ഒരു സഹപ്രവർത്തകനോട് സംസാരിച്ച് സാധാരണക്കാരനായി ട്രെയിൻ കാത്തു നിൽക്കുന്ന പിണറായി വിജയൻ്റെ ചിത്രം കേവലം ഒരു യാദൃശ്ചിക ദൃശ്യമല്ല. അത് അധികാരത്തിൻ്റെ അസ്ഥിരതയെയും ജനാധിപത്യത്തിൻ്റെ മനോഹരതയും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്.
മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മിന്നുന്ന ചുവപ്പ് വിളക്കുകളുടെയും അകമ്പടിയോടെ മാത്രം സഞ്ചരിച്ചിരുന്ന ഒരു നേതാവ് എന്ന് യാതൊരുവിധ ജനക്കൂട്ട കോലാഹലങ്ങളുമില്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ ബെഞ്ചിലിരിക്കുമ്പോൾ അത് കാണിച്ചു തരുന്നത് അധികാരത്തിൻ്റെ യഥാർത്ഥ പരിണാമമാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുനിന്ന ഒരു ഭരണാധികാരിയിൽ നിന്ന് ജനങ്ങൾക്കിടയിലെ ഒരു സാധാരണ പൗരനിലേക്കുള്ള ഈ മാറ്റം ജനാധിപത്യം അതിൻ്റെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്. എത്ര വലിയ അധികാര കേന്ദ്രീകരണവും പദവികളും ഉണ്ടായാലും ഒടുവിൽ ജനാധിപത്യത്തിൻ്റെ സാധാരണത്വത്തിലേക്ക് മടങ്ങി എത്തേണ്ടി വരുമെന്ന പ്രകൃതി നിയമം ഈ ചിത്രത്തിലൂടെ ദൃശ്യമാകുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം ഇത്രമാത്രം തരംഗമാകാൻ കാരണവും മറ്റൊന്നല്ല. തങ്ങളെ ബുദ്ധിമുട്ടിച്ച സുരക്ഷാ വലയങ്ങൾക്കപ്പുറം തങ്ങളിൽ ഒരാളായി ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞതിലുള്ള ജനങ്ങളുടെ കൗതുകമാണത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ EMS നമ്പൂതിരിപ്പാട്, EK നായനാർ, VS അച്യുതാനന്ദൻ തുടങ്ങിയ മുൻ മുഖ്യമന്ത്രിമാർ എല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചവരും ലളിതമായ ജീവിതശൈലി നയിച്ചവരുമായിരുന്നു. ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് സുരക്ഷാ കാവലുകളെ ഭയപ്പെട്ടിരുന്നില്ല. ഈ ഒരു പാരമ്പര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പിണറായി വിജയൻ തൻ്റെ ഭരണകാലത്ത് സ്വീകരിച്ച കോർപ്പറേറ്റ് ശൈലിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ വൈരുദ്ധ്യമാണ് സൃഷ്ടിച്ചത്. പാർട്ടി അണികൾക്ക് സഖാവായിരുന്ന നേതാവ് ഭരണതലപ്പത്ത് എത്തിയപ്പോൾ വലിയൊരു സുരക്ഷാ കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എന്നാൽ ഇന്ന് പദവികളില്ലാത്ത സാധാരണക്കാരനായി പിണറായി പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന തത്വമായ ലളിത ജീവിതത്തിലേക്ക് അയാൾ നിർബന്ധിതമായി തിരിച്ചെത്തുകയാണ്. അധികാരം കൈയാളുമ്പോൾ കാണിക്കുന്ന അമിതമായ സുരക്ഷാ താൽപ്പര്യങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്നും ശാശ്വതമായത് ജനങ്ങൾക്കിടയിലെ സാധാരണ ജീവിതമാണ് എന്നും ഈ പരിവർത്തനം തെളിയിക്കുന്നു. പിണറായി വിജയൻ്റെ ജീവിതത്തിലെ ഈ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ ഒരേ സമയം അധികാരത്തിൻ്റെ പ്രഭാവത്തെയും അതിൻ്റെ അനിവാര്യമായ അസ്തമയത്തെയും കാണിക്കുന്നു. കിലോമീറ്ററുകളോളം വഴിയോരങ്ങളെ നിശ്ചലമാക്കിയ ഭരണാധികാരിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലെ സാധാരണ യാത്രക്കാരനിലേക്കുള്ള ദൂരം ജനാധിപത്യം ഓരോ നേതാവിനും നൽകുന്ന വലിയൊരു പാഠമാണ്. അധികാരം ശാശ്വതമല്ല എന്നും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്നുമുള്ള സത്യം ഈ ചിത്രം ഓർമ്മിപ്പിക്കുന്നു. ദന്തഗോപുരങ്ങളിൽ നിന്നും സാധാരണത്വത്തിലേക്ക് തിരികെ നടക്കാൻ തയ്യാറാകുന്ന പിണറായി വിജയൻ്റെ ഈ പുതിയ ചിത്രം വരും തലമുറയിലെ ഭരണാധികാരികൾക്ക് തങ്ങളുടെ ഭരണശൈലിയും ജനങ്ങളോടുള്ള സമീപനവും എങ്ങനെയായിരിക്കണമെന്ന് സ്വയം വിലയിരുത്താനുള്ള വലിയൊരു രാഷ്ട്രീയ പാഠപുസ്തകമായി അവശേഷിക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.